ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 ഏപ്രിൽ 2024 ചോദിച്ചിട്ടുള്ള അഡോളസൻറ്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റത്തെ 1 തൊട്ട് 40 വരെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളുടെ അഡോളസൻറ്റ് തിയറി വരുന്നത്. പിന്നെ നമുക്ക് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ഓർ മലയാളം, പിന്നെ നമ്മളുടെ സബ്ജക്റ്റ്. അങ്ങനെയാണ് കാറ്റഗറി 3 നമുക്ക് 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ അഡോളസൻറ്റ് സൈക്കോളജിയുടെ ഫസ്റ്റത്തെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അതിൻ്റെ ബാക്കി വരുന്നൊരു 10 ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, ഇതിൻ്റെയൊക്കെ എന്താ പറയുക വീഡിയോസ് പ്ലേലിസ്റ്റ് ആക്കിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറുകൾ ടൈപ്പ് ചെയ്തത് PDF ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് എ മെസ്സേജ് ത്രൂ ദ വാട്സപ്പ്. ഓക്കെ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ഒക്കെ ഏറ്റവും താഴെയായിട്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ള മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നിങ്ങൾക്ക് ഓരോ സെറ്റ് വൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും, ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം. Select the most suitable meaning for learning disability. Select the most suitable meaning for learning disability. ഇത് ഇവിടെ നിന്ന് മാറ്റി വെക്കട്ടെ. ഓക്കെ, മോസ്റ്റ് സ്യൂട്ടബിൾ മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഫോർ ലേണിംഗ് ഡിസേബിലിറ്റി. ലേണിംഗ് ഡിസേബിലിറ്റിക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനിങ് വരുന്ന സെൻറ്റൻസ് ഏതാണ്? എ പെർമനൻറ്റ് ഇൻ്റലക്ച്വൽ കണ്ടീഷൻ ദാറ്റ് അഫക്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്റ്റ് അക്കാഡമിക് ഫങ്ഷനിങ്, എ ടെമ്പററി ഇൻ്റലക്ച്വൽ കണ്ടീഷനിങ് ദാറ്റ് അഫക്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്, എ ഫിസിയോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്. ഇതിൽ ഏതാണ് ലേണിംഗ് ഡിസേബിലിറ്റിയുടെ മീനിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് അക്കാഡമിക് ഫങ്ഷനിങ്. ഇതാണ് നമ്മളുടെ ലേണിംഗ് ഡിസേബിലിറ്റിയുമായിട്ട് വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് സെലക്ട് ദ ബ്രെയിൻ റീജിയൻ. സെലക്ട് ദ brain region which is crucial for emotional processing that undergoes significant development during adolescence. Select the brain region which is crucial for emotional processing that undergoes significant development during adolescence. Hippocampus, cerebellum, amygdala, frontal cortex. ഇതിൽ ഏതാണ് നമ്മളുടെ എന്താ പറയുക ബ്രെയിൻ റീജിയൻ വരുന്നത്? അതായത് ഇമോഷണൽ പ്രോസസ്സിംഗ് ദാറ്റ് അണ്ടർഗോസ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് അഡോളസൻസ്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾദോ ഇമ്പോർട്ടൻറ്റ് ഫോർ മെമ്മറി ഫോർമേഷനിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ദ ഹിപ്പോ ക്യാമ്പസ് ഈസ് നോട്ട് ദ പ്രൈമറി ഫോക്കസ് ഫോർ ഇമോഷണൽ പ്രോസസ് ഡ്യൂറിങ് അഡോളസൻസ്. ഇതൊരു പ്രൈമറി ഫോക്കസ് ഇതിനില്ല ഹിപ്പോ ക്യാമ്പസ്. അതുകൊണ്ടാണ് നമ്മൾ ആ സാധനത്തിന് നമ്മൾ ആ ഓപ്ഷനിൽ നിന്നും എലിമിനേറ്റ് ചെയ്തത്. ദെൻ അടുത്തത് വരുന്ന സെറിബെല്ലം എന്നാണ്. ദ സെറിബെല്ലം ഇസ് എ പ്രൈമർലി ഇൻവോൾവ് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് ബാലൻസ്, നോട്ട് ഇമോഷണൽ പ്രോസസ്സ്. ഈ സെറിബെല്ലം എന്ന് പറയുന്നത് എന്താ പറയുക മോട്ടോർ കോർഡിനേഷൻ ആൻഡ് ബാലൻസിങ് ആണ്. നമ്മളുടെ ആക്ടിവിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്, മെമ്മറിയിൽ വരുന്നതാണ്. ഇത് ഇമോഷണലുമായിട്ട് വരുന്നതല്ല. പിന്നെ അടുത്ത് വരുന്നത് ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. വൈൽ എ frontal cortex is a crucial for higher level cognitive functions. higher level cognitive functions ന് വരുന്നതാണ്, അതായത് ഡിസിഷൻ മേക്കിംഗ് അങ്ങനത്തെ ഒക്കെ ഇതിന് വരുന്നതാണ്. ഇറ്റ്സ് നോട്ട് ദ പ്രൈമറി സൈറ്റ് ഫോർ എ റോ ഇമോഷണൽ പ്രോസസ്സിംഗ്, ദോ ഇറ്റ് ഡസ് പ്ലേ എ റോൾ റെഗുലേറ്റിംഗ് ഇമോഷൻസ് ലേറ്റർ ഇൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇതൊരു പ്രൈമറി സൈറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൈമറി ആയിട്ട് നമുക്ക് ഇതിനെ ഇമോഷണലിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ബാക്കി 3 നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ അഥവാ 23rd ക്വസ്റ്റ്യൻ വരുന്നത്
The term used for the process of restructuring or modifying existing block of knowledge to incorporate new information. എക്സിസ്റ്റിംഗ് ബ്ലോക്കിനെ മോഡിഫൈ ചെയ്ത് നോളജ് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് അല്ലേ. ദ ടേം യൂസ്ഡ് ഫോർ പ്രോസസ് ഓഫ് റീസ്ട്രക്ചറിങ് ആൻഡ് മോഡിഫൈ എക്സിസ്റ്റിംഗ് ബ്ലോക്ക്. റീസ്ട്രക്ചറും മോഡിഫൈയും ചെയ്യാണ് നമ്മുടെ എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിന്. അതിന് അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം, സ്കീമ, ഇതിൽ ഏതാണ് അതിന് വരുന്ന ടേം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാ? അക്കോമഡേഷൻ. ഓപ്ഷൻ ബി അക്കോമഡേഷൻ ആണ്. നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള ഓരോന്ന് എന്തൊക്കെയാണ് നോക്കാം. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇസ് റെഫേഴ്സ് ടു എ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമാസ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, അത് കമ്പൈൻ ചെയ്യുക. മീനിങ് യു ആഡ് എ ന്യൂ ഇൻഫർമേഷൻ ടു വാട്ട് യു ഓൾറെഡി നോ വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ചിങ് യുവർ എക്സിസ്റ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ്. മറ്റൊരു അണ്ടർസ്റ്റാൻഡിങ് മാറ്റാതെ ഇതിനെ നമ്മളൊരു പുതിയ ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ഇതാക്കുകയാണ്. മറ്റത് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡിഫൈ ചെയ്യണം, മാറ്റിയെടുക്കുകയാണ്. ഓക്കെ, അതാണ് അത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം വരുന്നത് കേട്ടോ. ദെൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയേഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ കോഗ്നിറ്റീവ് പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അസിമിലേഷനും അക്കോമഡേഷനും തമ്മിലുള്ള ഒരു ബാലൻസിങ്ങിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയേഷൻ എന്ന് പറയുന്നത്. വേർ ആൻ ഇൻഡിവിജ്വൽ ട്രൈസ് ടു reconcile new information with their existing knowledge by their either assimilating or accommodating. It depend on the situation. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെയും ബാലൻസിങ് ചെയ്യുക. അസിമിലേഷനും അക്കോമഡേഷനും നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുന്നതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെൻ്റൽ ഫ്രെയിം വർക്ക് ഓർ എ ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ് നോളജ് ദാറ്റ് ഹെൽപ്പ് us ഇന്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ന്യൂ ഇൻഫർമേഷൻ. അതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന 24th ക്വസ്റ്റ്യൻ, അഥവാ ഈ വീഡിയോയിലെ 4ാമത്തെ ചോദ്യം വരുന്നത് ബയോളജിക്കൽ മോഡൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഐഡിയ അസോസിയേറ്റഡ് വിത്ത് പിയാഷെ, ബ്രൂണോ, ഷെൽഡൻ, കാറ്റൽ. ഇതിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് ബയോളജിക്കൽ മോഡൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് വരുന്നതെന്നാണ് ചോദ്യം. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ, പിയാഷെ എന്നാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സെലക്ട് ദ ടേം ഫോർ ദ provision of aids and appliances for person with a disability as mentioned in the PWD Act. Adaptive technology, assistive technology, accommodative technology, anchoring technology. The correct option വരുന്നത് ഏതാണ്? അസിസ്റ്റീവ് ടെക്നോളജി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അസിസ്റ്റീവ് ടെക്നോളജി നമ്മളിപ്പോൾ പറഞ്ഞത്, അത് നമ്മളുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് a term for a devices and services that help people with a disability participate in a daily activities. Okay, it encompasses a wide range of products from wheelchairs to screen readers. Okay, അതായത് ഈ ഡിസബിലിറ്റി ഉള്ളവരെ ഡെയിലി ആക്ടിവിറ്റീസിന് പ്രാക്ടീസ് ചെയ്യുന്നൊരു എന്താ പറയുക മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടേം ഫോർ ഡിവൈസസ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഡിവൈസസിന് കോമൺലി യൂസ് ചെയ്യുന്നൊരു ടേമാണ് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ദെൻ അഡാപ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ വൈൽ സംടൈം യൂസ്ഡ് ഇന്റർചേഞ്ചബിളി വിത്ത് AT, അഡാപ്റ്റീവ് ടെക്നോളജി can specifically refer to devices that are modified or adapted to meet a need of individual with a disability. അതായത് ഈ അസിസ്റ്റീവ് ടെക്നോളജി സംടൈംസ് യൂസ്ഡ് ഇന്റർചേഞ്ചബിളി വിത്ത് AT എന്ന് പറഞ്ഞാൽ അസിസ്റ്റീവ് ടെക്നോളജിയിൽ. അഡാപ്റ്റീവ് ടെക്നോളജി ക്യാൻ സ്പെസിഫിക്കലി റെഫേഴ്സ് ടു ഡിവൈസ് ദാറ്റ് ആർ മോഡിഫൈഡ് ഓർ അഡാപ്റ്റഡ് ടു മീറ്റ് ദ നീഡ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റി. അതായത് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡാപ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതും ഈ ATയിൽ പെടുന്നത് തന്നെയാണ്. Then accommodative technology, this is the term is less frequently used. കുറച്ച് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. But it can refers to adjustment made the environment to workplace to accommodate a person with a disability. The made to the environment or workplace to accommodate a person with a disability. ഒരു ഡിസബിലിറ്റി ആയിട്ടുള്ള പേഴ്സണെ അക്കോമഡേറ്റ് ചെയ്യാൻ വർക്ക് പ്ലേസോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റോ ഒക്കെ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടേമിനെയാണ് നമ്മൾ അക്കോമഡേറ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. Then anchoring technology എന്ന് പറയുന്നത് this is a term is not related to assistive technology. ഇത് അസിസ്റ്റീവ് ടെക്നോളജിയുമായിട്ട് ബന്ധമില്ലാത്തൊരു ടേമാണ്, അതായത് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നാണ് ആങ്കറിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. Then next question,
which is the primarily achievement of the sensory motor stage. ഒരു സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പ്രൈമറി അച്ചീവ്മെന്റിൽ പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഒബ്ജക്റ്റീവ് പെർമനൻസ്, റിവേഴ്സിബിലിറ്റി, അനിമിസം ആൻഡ് സെറിലൈസേഷൻ. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാ? ഓപ്ഷൻ എ ആണ്, ഒബ്ജക്റ്റീവ് പെർമനൻസ്. How can a teacher or leader could enhance positive culture in school? By promoting competition among students, ignoring the impact of teaching practice on students' learning, isolate low achievers from common school event, by modeling positive attitude and behavior. Okay, അതായത് ഒരു കുട്ടികൾക്കിടയിൽ കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്താണ്ടൊന്നുമല്ല നമ്മളത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ignoring the impact of teaching practice of students learning, ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഇമ്പാക്റ്റുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യുക, അതും നമുക്ക് പറ്റില്ല അല്ലേ. ഐസൊലേറ്റ് ലോ അച്ചീവേഴ്സ് ഫ്രം കോമൺ സ്കൂൾ ഇവൻറ്റ്, കോമൺ സ്കൂൾ ഇവൻറ്റുകളിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തി നിർത്തുക. ദെൻ by modeling a positive attitude and behavior, that's we can consider as your correct answer. How can a teacher could enhance positive culture in school? എങ്ങനെയാണ് ടീച്ചർക്ക് ഒരു പോസിറ്റീവ് കൾച്ചർ സ്കൂളിൽ ഉണ്ടാക്കാൻ പറ്റുക? by modeling positive attitude and behavior അല്ലേ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, then 28th വരുന്നത്, in the theory of psychological development, the central conflicts during the stage of industry versus inferiority is exploring and taking versus responsibilities, achieving a sense of identity, achieving intimacy and relationship, achieving competence and mastering skills. The correct option വരുന്നത് ഏതാണ്? അതായത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി വരുന്നത് കോമ്പിറ്റൻസ് വരുന്ന അച്ചീവിങ് കോമ്പിറ്റൻസ് ആൻഡ് മാസ്റ്ററിങ് സ്കിൽസ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നമ്മൾ എക്സ്പ്ലോറിങ് ആൻഡ് ടേക്കിംഗ് ഓർ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത് വൈൽ ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി സ്റ്റേജ് ആണ്. ഇത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി സ്റ്റേജിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ്സ് നോട്ട് ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ്. ഇതൊരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദ കോർ ഇഷ്യൂ ഈസ് അബൌട്ട് ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് കോമ്പിറ്റൻസ് ത്രൂ കംപ്ലീറ്റിംഗ് ടാസ്ക്, നോട്ട് ജസ്റ്റ് എക്സ്പ്ലോറിംഗ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് റെസ്പോൺസിബിലിറ്റി, നോട്ട് എ ടേക്കിംഗ് ഓൺ റെസ്പോൺസിബിലിറ്റീസ് അല്ല. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് അച്ചീവിങ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ദിസ് ഈസ് ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ദാറ്റ് നെക്സ്റ്റ് സ്റ്റേജ് ഇൻ എറിക്സൺ തിയറി, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ ഓഫ് കൺഫ്യൂഷൻ. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ ഓഫ് കൺഫ്യൂഷനിൽ വരുന്നതാണ് അച്ചീവിങ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. Then achieving intimacy in relationship, this is a central conflict of the sixth stage, intimacy versus isolation. നമുക്ക് ഈ സ്റ്റേജുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാലോ. എറിക്സൺ സൈക്കോളജിക്കൽ സ്റ്റേജസ് പറയുന്നത് 0 to 1 ഇയർ വരുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അത് ഹോപ്പ് എന്നുള്ള ടേം വെച്ചിട്ട് ട്രസ്റ്റ് ഓർ മിസ്ട്രസ്റ്റ് ദാറ്റ് ബേസിക് നീഡ്സ് സച്ച് എസ് നൗറിഷ്മെൻറ്റ് ആൻഡ് അഫെക്ഷൻ വെൽ ബി മെറ്റ്. അതായത് 1 to 3 ഇയർ വരുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട്, വിൽ എന്നുള്ള വെച്ചുകൊണ്ട് നമുക്ക് ഇതാക്കാം. ഇപ്പം നമ്മൾ ഇവിടെ ഈ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, കോമ്പിറ്റൻസ് എന്നുള്ള ടേം വെച്ചിട്ടാണ് നമ്മൾ ആ ഓപ്ഷനിൽ പറഞ്ഞത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഓരോ ടേമുകളുണ്ട് കേട്ടോ. ദെൻ അത് വരുന്നത് ഡെവലപ്മെൻറ്റ് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇൻ മെനി ടാസ്ക്. ദെൻ 3 to 6 ഇയർ വരുന്നത് പ്ലേ ഏജ് ആണ്. ദാറ്റ് ഈസ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, പർപ്പസ്. ദെൻ സ്കൂൾ ഏജ് വരുന്നത് 7 to 11 ആണ്. ഇൻട്രസ്റ്റ് വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ദാറ്റ് ഈസ് കോമ്പിറ്റൻസ്. ഇവിടെ ഓരോന്നിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ അഡോളസൻസ് വരുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ, 12 to 18 ആണ്. ഫിഡിലിറ്റി എന്ന് പറയാം നമുക്ക്. ദെൻ ഏർലി അഡൾട്ട്ഹുഡ് വരുന്നത് 19 to 29 ആണ്. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ലവ്. മിഡിൽ ഏജ് 30 to 64, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റഗ്നേഷൻ, കെയർ. ദെൻ ഓൾഡ് ഏജ് 65 ഓൺവേർഡ്സ്, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസപ്പിയർ, ദാറ്റ് വിസ്ഡം. ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഈ ടേബിൾ നോക്കിയിട്ട് ശരിക്കും ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, then 29th question, according to the concept of the zone of proximal development, learning is the most effective when the content is at the learner's current level of ability, the content is too easy for the learner, the content is too difficult for the learner, the content is unique and unfamiliar to the learner. The content is at the learner's current level of ability. ഒരു ലേണറിൻ്റെ കറണ്ട് ലെവൽ ഓഫ് എബിലിറ്റിയിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ലേണിംഗ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ്. സോൺ ഓഫ്
ZPD എന്ന് പറയാം നമുക്ക് കേട്ടോ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ലേണിംഗ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? ദ കണ്ടന്റ് ഈസ് അറ്റ് ദ ലേണേഴ്സ് കറണ്ട് ലെവൽ ഓഫ് എബിലിറ്റിയിൽ വരുമ്പോഴാണ്. ദെൻ ഇവിടെ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ കോൾബർഗ് തിയറി മോറൽ ഡെവലപ്മെന്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ജനറ്റിക് ഫാക്ടേഴ്സ് ഓൺലി, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓൺലി, ബോത്ത് കൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, ബോത്ത് എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. ഇതിൽ ഏതാണ് എന്താ അക്കോർഡിംഗ് ടു കോൾബർഗ്സ് തിയറി മോറൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏതിലാണ് വരുന്നത്? ബോത്ത് എൻവയോൺമെന്റൽ ആൻഡ് ജനറ്റിക്കൽ ഫാക്ടേഴ്സിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഒരു 10 ക്വസ്റ്റ്യനും കൂടി നമുക്ക് 2024 ഏപ്രിൽ സൈക്കോളജി ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് മൺഡേ നമുക്കത് അപ്ലോഡ് ചെയ്യാം. മൺഡേ മാക്സിമം എവറി മൺഡേ ഐ ജസ്റ്റ് ട്രൈ ടു അപ്ലോഡ് ഇറ്റ്. സോ എല്ലാവരും കീപ് വാച്ചിങ് ആൻഡ് കീപ് ഗോയിങ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും PDF ക്വസ്റ്റ്യൻസുകൾ മാത്രമുള്ള ഒരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലാസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. യു ക്യാൻ ചാറ്റ് വിത്ത് in that WhatsApp number. That time I will share the more details about that. Okay, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. ഓക്കെ, ദെൻ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെയും പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതേപോലെ എൻ്റെ സ്ക്രീനിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കാണാം, പഠിക്കാം. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു all the very best and all the best for your success. Okay, do your level best. Thank you for watching this video.